തന്റെ കൺമുന്നിൽ വെച്ചാണ് പട്ടി കുഞ്ഞിനെ കടിച്ചു കീറിയതെന്ന് മാതാവ് ഹബീറ പറയുന്നു. അവിടെ വേസ്റ്റ് കൊണ്ടിടരുതെന്ന് എല്ലാവരോടും പറഞ്ഞു. ഒരു മനുഷ്യനും കേട്ടില്ല. അത് തിന്നാൻ വന്ന പട്ടിയാണ് എൻ്റെ കുഞ്ഞിനെ കടിച്ചു കീറിയത്. ഓടിച്ചു വിട്ട പട്ടി എൻ്റെ കൺമുന്നിൽ വെച്ചാണ് കുഞ്ഞിനെ കടിച്ചു കീറിയത്. അപ്പോഴേ എടുത്തുകൊണ്ടുപോയി വേണ്ടതൊക്കെ ചെയ്തു. ദേ അവളെ ഇപ്പോൾ കൊണ്ടുപോയി. ഇനി എനിക്ക് കാണാൻ പറ്റില്ല. ഇനിയും പട്ടികളെ വളർത്ത്. കരച്ചിലടക്കാനാവാതെ ആ ഉമ്മ പറഞ്ഞു. ഈയൊരവസ്ഥ ആർക്കും വരരുതെന്നും കുട്ടിയുടെ പിതാവും പറയുന്നുണ്ട്. പ്രിയപ്പെട്ടവർക്ക് അവസാനമായി ഒരു നോക്കുപോലും കാണാനാവാതെയാണ് ആ പൊന്നുമോൾ മണ്ണിലേക്ക് മടങ്ങിയത്. പേവിഷബാധയേറ്റ് ചികിത്സയിലിരിക്കെ മരിച്ച കൊല്ലം വിളക്കുടി കുന്നിക്കോട് നിയാ ഫൈസലിന്റെ മൃതദേഹമാണ് പൊതുദർശനത്തിന് പോലും വയ്ക്കാതെ കബറടക്കിയത്. പ്രോട്ടോകോൾ പാലിച്ച് പുനല്ലൂർ പേപ്പർ മിൽ ആലഞ്ചേരി മുസ്ലിം ജമാഅത്ത് ഖബർസ്ഥാനിൽ ഇന്ന് രാവിലെ 8 മണിക്കായിരുന്നു കബറടക്കം. കുഞ്ഞുമായി അടുത്തിടപഴകിയ മാതാവ് ഹബീറയെ ക്വാറന്റീനിലേക്ക് മാറ്റി. ഏപ്രിൽ 8-ന് വീട്ടുമുറ്റത്ത് വെച്ചാണ് കുട്ടിക്ക് കടിയേറ്റത്. ആദ്യത്തെ 3 പ്രതിരോധ വാക്സിൻ എടുത്തിരുന്നു. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽസലാമ ഹൈ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. ഞരമ്പിലെ മുറിവിലൂടെ തലച്ചോറിലേക്ക് പേവിഷം പ്രവഹിച്ചു എന്നാണ് ഡോക്ടർമാരുടെ നിഗമനം. ഇതാണ് വാക്സിൻ ഫലിക്കാതിരിക്കാനുള്ള കാരണമെന്നാണ് സൂചന. കയ്യിൽ നല്ല ആഴത്തിലുള്ള മുറിവുണ്ടായിരുന്നു. നായയുടെ ഒരു പല്ല് ആഴത്തിൽ പതിഞ്ഞ രീതിയിലായിരുന്നു മുറിവ്. നായയുടെ കടിയേറ്റ കുട്ടിക്ക് ഉടൻ തന്നെ ആവശ്യമായ പ്രാഥമിക ശുശ്രൂഷകളെല്ലാം തന്നെ നൽകിയിരുന്നു. വീടിൻ്റെ ഉമ്മറത്തിരിക്കുകയായിരുന്ന കുട്ടി മുറ്റത്തുണ്ടായിരുന്ന താറാവിനെ പിടിക്കാൻ വേണ്ടി തെരുവ് നായ വന്നപ്പോൾ അതിനെ ഓടിക്കാൻ നോക്കി. ഈ സമയത്ത് നായ കുട്ടിയുടെ ദേഹത്തേക്ക് ചാടി വീണ് കടിക്കുകയായിരുന്നു. കയ്യിൽ നല്ല ആഴത്തിലുള്ള മുറിവുണ്ടായിരുന്നു. നായയുടെ ഒരു പല്ല് ആഴത്തിൽ പതിഞ്ഞ രീതിയിലായിരുന്നു മുറിവ്. ഉടൻ തന്നെ കാരസോപ്പിട്ട് മുറിവ് നന്നായി കഴുകിയും പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലെത്തിച്ച് പേവിഷബാധയ്ക്കെതിരെ തൊലിപ്പുറത്തെടുക്കുന്ന കുത്തിവെപ്പ് എടുക്കുകയും ചെയ്തിരുന്നു. പിന്നീട് 3 തവണ കൂടി IDRV കുത്തിവെപ്പെടുത്തു. 20-ാം തീയതി പനി ഉണ്ടായപ്പോഴാണ് വീണ്ടും പരിശോധന നടത്തിയത്. ഈ പരിശോധനയിൽ കുട്ടിക്ക് പേവിഷബാധ സ്ഥിരീകരിച്ചു. കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് കുട്ടിയെ SAT ആശുപത്രിയിൽ കൊണ്ടുവന്നത്. 1 മാസത്തിനിടെ സംസ്ഥാനത്ത് 3 കുട്ടികളാണ് ഇതിനോടകം പേവിഷബാധയേറ്റ് മരണപ്പെട്ടത്. കഴിഞ്ഞ ദിവസം തെരുവുനായയുടെ കടിയേറ്റത്തിനെ തുടർന്ന് പ്രതിരോധ കുത്തിവെപ്പെടുത്തിട്ടും പേവിഷബാധയേറ്റ 6 വയസ്സുകാരി മരണപ്പെട്ടിരുന്നു. പെരുവള്ളൂർ കാക്കത്തടം സ്വദേശി KC സൽമാനുൽ ഫാരിസിന്റെ മകൾ 6 വയസ്സുകാരിയായ സിയയാണ് മരണപ്പെട്ടത്. കോഴിക്കോട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലിരിക്കെയായിരുന്നു അന്ത്യം. പണം ഞങ്ങൾ തരും. ദിവസവും 1000-ലേറെ പേരാണ് തെരുവുനായ ആക്രമണങ്ങളിൽ പരിക്കേറ്റ് ചികിത്സ തേടുന്നത്. തെരുവുനായകളുടെ കടിയേറ്റ് പേവിഷബാധ ഏൽക്കുന്നവരുടെ എണ്ണം കൂടുന്നതും ആശങ്കയാകുന്നു. ഈ വർഷം 4 മാസത്തിനിടെ മാത്രം 13 പേവിഷ മരണമുണ്ടായതായാണ് റിപ്പോർട്ട്.